ആസിഫ്ക്ക് അതുപോലെ തന്നെ ഇപ്പം ലൈഫിലാണെങ്കിൽ ഉയർച്ചയും വീഴ്ചയും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആസിഫ്ക്ക. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് പാടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഇക്ക ഒരു ലൈക്ക് എന്താ പറയാ, ഏറ്റവും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും വലിയൊരു കംബാക്ക് നടത്തിയിട്ടുള്ളൊരു നടനാണ്. അപ്പൊ ഇക്ക തന്നെ എങ്ങനെയാണ് ഇക്കാനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അറിയില്ല, അതും സംഭവിക്കുന്നതാണ് മെഹർ. അത് നമുക്ക് ഒരു കുറെ പരാജയങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ഒരു നല്ല സിനിമ കിട്ടുമ്പോൾ അത് അല്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അല്ലാതെ വലിയ തത്വങ്ങളും പ്രിൻസിപ്പിൾസും ഒന്നും ഇല്ല ലൈഫിൽ. സംഭവിച്ചപ്പോ കഴിഞ്ഞ കുറച്ച് സിനിമകൾ നല്ലതായിരുന്നു, ഇനി അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വലിയൊരു ചാലഞ്ചാണ്. ഹക്കീം ക അതുപോലെ തന്നെ ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ മീഡിയയിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാൻ മടിപ്പാണോ? കല്യാണം കഴിഞ്ഞ ഇന്റർവ്യൂസ് അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പേഴ്സണൽ ലൈഫ് വെറുതെ പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ആളുകളുടെ പേര് പറയും. ഇവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ്, പിന്നെ ഒരു സ്ഥലത്തിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ഓർമ്മ വരുന്നതെന്നാണ് ചോദ്യം. ഫസ്റ്റ് ജിത്തു സാറിനോടാണ്. ലീലാമ്മ. എന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ അമ്മച്ചിയാണ്. അത്രയുള്ളൂ പറയാൻ? അല്ലെ എന്റെ എനിക്ക് സ്ട്രെങ്ത് തരുന്ന, ഞാൻ എപ്പോഴൊക്കെ തളർന്നു പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ എന്നെ പിടിച്ച് ഉയർത്തി വിട്ടിട്ടുള്ള ഒരു ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്. ഓക്കെ. അപർണ ചേച്ചി. ശോഭ ബാലമുരളി. ഞാൻ എന്താണോ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അമ്മയുടെ അടുത്ത് തന്നെയാണ്. അത് പറഞ്ഞ എല്ലാവർക്കും അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മളെ ഏറ്റവും ലോവസ്റ്റിലും ഏറ്റവും മോശം അവസ്ഥയിൽ കണ്ടിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് തന്നെയായിരിക്കും. സ്പെഷ്യലി എനിക്ക് അമ്മ തന്നെയാണ്. അപ്പൊ പക്ഷെ നമ്മള് കുറെ കാര്യങ്ങൾ ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കുറെ കാര്യങ്ങള് ഒരുമിച്ച് ഞങ്ങള് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടാണ് ഇവിടെ വരെ. എനിക്ക് അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഞാൻ പണ്ട് അമ്മ എപ്പോഴും കൈനറ്റിക് ഹോണ്ട ഓടിച്ചോണ്ടിരുന്നിരുന്നു. അപ്പൊ ഞാൻ ഈ കുറെ ഡാൻസ് ക്ലാസ്, പിയാനോ, അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞങ്ങള് ഈ കൈനറ്റിക് ഹോണ്ടയിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ അമ്മ എന്നെ ഇതിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒരു കാറ് വാങ്ങിയത്. അപ്പം അമ്മ ആക്ച്വലി ആ എടുത്ത എഫേർട്ട് ഫുൾ എനിക്ക് വേണ്ടിയിട്ടാന്നുള്ളത് എനിക്കറിയാം. പിന്നെ അപ്പൊ അതുപോലത്തെ കുറെ കാര്യങ്ങള് എന്റെ അമ്മ തന്നെയാണ് എനിക്ക് വഴിയൊരുക്കി തന്നിട്ടുള്ളത്. ഓക്കെ. ആസിഫ്ക. ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലി വാപ്പ എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും എന്താ പറയാ, നമുക്കൊരു ഹീറോ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഫാദർ അല്ലേ. അപ്പൊ എനിക്ക് എന്റെ സ്വഭാവം, എന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം, എന്റെ ദേഷ്യം എല്ലാം എന്റെ വാപ്പയുടെ നിന്ന് കിട്ടിയതാണ്. ഞാൻ വാപ്പ എങ്ങനെയാണോ, നമ്മള് ഈ ഓരോ ലൈഫിൽ ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മെച്ചൂരിറ്റി ലെവൽ ഓരോന്ന് കഴിയുന്തോറും നമ്മൾ റിയലൈസ് ചെയ്യുന്ന നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ തന്നെയാണ്. എപ്പോഴും ജിച്ചറ പറഞ്ഞ പോലെ ഒരു ബാക്ക് ബോൺ, ഒരു ധൈര്യം വാപ്പാണ്. സന. ഞാൻ വിചാരിച്ച എല്ലാവരും പേരൻസ് അല്ല, ലൈഫിൽ എനിക്ക് വേറെ തന്നെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടെന്നും എനിക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സനയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങള് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി ഇല്ലാതെ ഒരു നിമിഷം എനിക്കിങ്ങനെ ആലോചിക്കാനോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര അയ്യോ എന്തോ കളഞ്ഞു പോയല്ലോ, എന്തോ ഭയങ്കര മിസ്സിങ് ആണ് എനിക്ക്. അപ്പോ എന്താ പറയാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് സനന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഷീ ഈസ് ദ ബെസ്റ്റ് തിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ വലിയ മാറ്റം തോന്നിയിട്ടില്ല. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുമല്ലേ, എനിക്ക് അങ്ങനെ ഒരു മാറ്റം തോന്നിയിട്ടില്ല. ഞങ്ങള് പഴയ പോലെ തന്നെ. ഓക്കെ. ആസിഫ്ക അടുത്ത് പ്രത്യേകം ചോദിക്കണം എന്ന് പറഞ്ഞ് സുമേഷ് ഏട്ടൻ തന്ന ഒരു സ്ഥലമാണ് ഉണ്ടപ്ലാവ്. എന്റെ വീട് ഇരിക്കുന്ന സ്ഥലമാണ്. അതിനൊരു കഥയുണ്ട്. അവിടെ ഞങ്ങളുടെ തറവാടാണ് ആ ജംഗ്ഷനില് ആദ്യം കാണുന്ന വീട്. ആ പറമ്പിന്റെ അറ്റത്തൊരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ ഉണ്ടാവുന്ന ചക്ക ഉണ്ടച്ചക്കയാണ്, പൂഴയാണത്.
അങ്ങനെയാണ് ആ സ്ഥലത്തിന് ഉണ്ടപ്ലാവ് എന്ന് പേര് വന്നത്. വളരെ റെയർ ആയിട്ടാണ് ഉണ്ടച്ചക്ക ഉണ്ടാവുന്നത് അവിടെ ആ ഏരിയയിൽ. അപ്പൊ അങ്ങനെ ഉണ്ടപ്ലാവ് എന്ന് വന്നതാണ്. എന്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു അതൊരു റബ്ബർ തോട്ടമായിരുന്നു. ആ റബ്ബർ തോട്ടത്തില് എനിക്കൊന്നും ആ ഏജ് കാറ്റഗറിയിലുള്ള എല്ലാവരും വന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പറമ്പായിരുന്നു. ഞങ്ങളവിടെ ഒരു പിച്ചൊക്കെ സെറ്റ് ചെയ്ത് ഈ റബ്ബർ തോട്ടത്തിനിടെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതിന്റെ ഈ കുറെ വേരുണ്ടാവും, പിന്നെ ചുറ്റും റബ്ബർ മരമാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ബോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ പോയ സ്പീഡില് ബോള് തിരിച്ച് നമ്മുടെ മേത്തേക്ക് തന്നെ വരും. പിന്നെ ആ പറമ്പിന്റെ ചുറ്റുമാണ് ഈ കവല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ ഇപ്പം എന്റെ ചെറുപ്പം മുതലുള്ള കാതിർക്ക ഉണ്ട്. മൂപ്പറുടെ പഴംപൊരി, ബോളി എന്നാണ് നമ്മൾ പഴംപൊരിക്ക് പറയുക. നല്ല മഞ്ഞ കളറ് ബോളി കിട്ടും, ഉള്ളിവട കിട്ടും, പരിപ്പോട കിട്ടും, അങ്ങനത്തെ പിന്നെ ഒരു ഉമ്മർക്കട പലരിക്കടയുണ്ട്. ഇപ്പോഴും അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വളവ് തിരിഞ്ഞ് ആ കവലയിലേക്ക് അങ്ങ് എത്തുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഹോംലി ഫീൽ ആണ് എനിക്ക്. ആസിഫ്കയുടെ ഒരു ഫേവറേറ്റ് 4 മണി പലഹാരം ബോളിയാണ് അല്ലെ? പഴംപൊരിയാണ്. അതെ. ചേച്ചിയുടെ ഏതാ? എനിക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ ഇടയ്ക്ക് പോലും ഇക്കടെ ഇത്താത്ത പഴംപൊരി എടുക്കട്ടെ ആദ്യം എന്നെ കാണുമ്പോഴും ചോദിക്കുക. എന്നിട്ട് ഞാൻ അത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് തരും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു മെയിൻ ഐറ്റം ആണ് ഈ പഴംപൊരി. അതും അതിനങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ചില ദിവസമൊക്കെ വളരെ ലേറ്റ് നൈറ്റ് ഒക്കെ എവിടെയെങ്കിലൊക്കെ പോയി തിരിച്ചു വന്ന് വീട്ടിൽ കയറുമ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കും പഴംപൊരി ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കിച്ചണിൽ കയറി വർത്താനം പറഞ്ഞിരുന്ന് അത് ഒരു പഴുപ്പുണ്ട്, ഒരു പഴത്തിന്റെ ആ കറക്റ്റ് പഴുപ്പില് പൊരിച്ച് കിട്ടണം. അത് അങ്ങനത്തെ പഴം കിട്ടണം. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും തിന്നാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പഴംപൊരി. ഇക്കാന്റെ ഫേവറേറ്റ് 4 മണി പലഹാരം എന്താ? 4 മണി പലഹാരം ഈ പറഞ്ഞ ഉണ്ടപ്ലാവില് അല്ല, ഞാൻ പറഞ്ഞ ഉണ്ടപ്ലാവ് പറഞ്ഞപ്പോ അന്ന് ഞാൻ കുഞ്ഞാട്ടോ. അപ്പൊ ഈ പറഞ്ഞ ആസിഫിന്റെ വീട് കാണാൻ പോവാ എന്ന് പറയും. അപ്പൊ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഞങ്ങൾ ആ വഴി ഉണ്ടപ്ലാവ് വഴി, എനിക്ക് അന്നൊരു RX സെന്റർ ഉണ്ട്, വണ്ടി വിളിച്ചപ്പോ അന്നൊരു പുണ്ടോ ഉണ്ട്, ആണോ ഒരു വൈറ്റ് പുണ്ട അവിടെ ഉണ്ടെന്നാണ് ആസിഫിലി അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ വെറുതെ കൂവി ഒച്ചയൊക്കെ വെച്ച് ഒന്ന് ഇറങ്ങി ഒന്ന് ഹായ് പറയാലോ. അങ്ങനെ ഞങ്ങളുടെ ഏകദേശം 4-5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇല്ലില്ല, സിനിമ ആഗ്രഹിച്ച് നടക്കണുള്ളൂ. അത് കാണുവാണെങ്കിൽ ഹായ് പറയാം. അവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോ ഈ പറയുന്ന സിനിമയോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് അത്ഭുതമാണ്. അപ്പൊ ഇപ്പോഴും വീട്ടിലൊരാള് വന്ന് ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ അത് വാപ്പാനെ കാണാനാണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ എപ്പോഴും പോയി തുറന്നിട്ട് ആദ്യം പറയുന്നത് വാപ്പ ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറയും, ഇല്ലെങ്കിൽ വാപ്പ പുറത്താന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആൾക്കാര് അല്ല ഞാൻ ആസിഫിനെ കാണാൻ വന്നെന്ന് പറയുമ്പോഴാണ് ഞാൻ ആ റിയാലിറ്റിയിലേക്ക് പല സമയത്തും വരുന്നത്. എനിക്കിപ്പോഴും അങ്ങനെ ഒരു അവിടെ ചില സമയത്ത് എനിക്ക് വീട്ടിൽ വന്നിട്ട് ഞാൻ സ്ഥിരമായി ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പൊ മുറ്റത്ത് കാറ് കഴുകുന്ന പരിപാടിയൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് നിൽക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഒരു അത്ഭുതം തോന്നി, എന്തിനാണ് ഇവരെല്ലാരും വന്ന് നോക്കി നിൽക്കുന്നത്. സാറിന്റെ ഫേവറേറ്റ് എന്താണ്? ബോളി. ഞങ്ങളുടെ ബോളി തിരുവനന്തപുരത്തൊക്കെ വേറെ ബോളി എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഈ അടാന്ന് പറയും, ഇലയട. അതായത് ഇങ്ങനെ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള അതിന്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. പക്ഷെ ബോളിക്ക് അത് ഞങ്ങൾ കൂമലിനകത്ത് ഞാൻ വീട്ടിൽ പറയുന്നത് കേട്ടാ കൃഷ്ണമാരുടെ ഡയലോഗ് എഴുതിയത്. അപ്പൊ പറയാം പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല, അത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ വളരെ തിന്നായിട്ട് അരിയണം. അപ്പൊ ഈ ചിലപ്പോൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ തടിയനായി പഴുത്തിട്ടും ഇല്ല. അപ്പൊ ഒരു നല്ല പാകത്തിലുള്ള പഴുപ്പും അതിന്റെ കൂടെ ഒരു തിന്നായിട്ട് അരിഞ്ഞ് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാര് പഴംപൊരിയുടെ കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവ്, എല്ലായിടത്തും കഴിക്കില്ല. ഹോട്ടലിലേക്ക് വരുമ്പോഴേ ആദ്യം നോക്കും ഇതിന്റെ തിക്നെസ് ഒക്കെ എത്രയാ, എന്നിട്ട് പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ എടുക്കുള്ളൂ. ചില KSRTC ബസ് സ്റ്റാൻഡുകളിലുള്ള ചായക്കടകളില് ബേക്കറികളിലാണ് ഈ ഇങ്ങനത്തെ മറ്റേ ചക്ക പോലത്തെ പഴംപൊരി. ഒരു പഴം പഴുക്കുന്ന അങ്ങ് കട്ട് ചെയ്തിട്ട് അതങ്ങ് പൊരിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഇറങ്ങുമ്പോ വീട്ടിൽ വിളിച്ച് പറയണത്. അത് നമ്മളീ ബസ് സ്റ്റാൻഡിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മള് ബസ്സിൽ കയറുമ്പോ ഇത് മേടിച്ച് കയ്യിൽ വെക്കും, എന്നിട്ട് സീറ്റൊക്കെ കിട്ടി ഒരു മൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ കടിയെടുക്കാൻ ഓഹോ പിന്നെ തിന്നാനും തോന്നൂല.